നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ഒരു ജനറൽ ഇക്വേഷനും എഴുതി. വി ഡി ഇസ് ഈക്വൽ ടു V1 + V2 + V3 അപ് ടു Vn ഹോൾ ഡിവൈഡഡ് ബൈ n. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണിനും അധികമായി കിട്ടുന്ന വെലോസിറ്റീസിൻ്റെ ആവറേജ് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതേപോലെ തന്നെ റിലാക്സേഷൻ ടൈം എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. ടോ ഈക്വൽ ടു T1 + T2 + T3 അപ് ടു Tn ഹോൾ ഡിവൈഡഡ് ബൈ n. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ടേമിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു. എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക്. എന്താണെന്നത്? വി ഡി ഇസ് ഈക്വൽ ടു V1 + V2 + V3 അപ് ടു Vn ഹോൾ ഡിവൈഡഡ് ബൈ n. പക്ഷേ ഈ V1 എത്രയാണെന്നോ V2 എത്രയാണെന്നോ നമുക്കൊരു പക്ഷേ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ടേമിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നു. അതിനുവേണ്ടി നമ്മളൊരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു കണ്ടക്ടറാണ്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ, ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് L ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്തിട്ടുണ്ട്. E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ആ ഇലക്ട്രോണുകൾ എങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയതുകൊണ്ട് അവിടെയുള്ള ഇലക്ട്രോണുകൾ, എല്ലാ ഇലക്ട്രോണുകൾക്കും നെഗറ്റീവ് ചാർജാണുള്ളത്. ആ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് കാരണം കൊണ്ട് തന്നെ ആ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യും. ഇലക്ട്രോണുകളുടെ ഡ്രിഫ്റ്റ് നേരെ ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും ഓരോ ഇലക്ട്രോണുകളും ഡ്രിഫ്റ്റ് ചെയ്യുക. ഓരോ ഇലക്ട്രോണുകളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഓരോ ഇലക്ട്രോണുകളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F = -E × E ആണ്. ഈ ഒരു ഇക്വേഷൻ എവിടെ നിന്ന് വന്നു? നമുക്കറിയാം F = QE ആണ്. Q എന്ന് പറയുന്ന ചാർജ് E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് F. നമ്മളിവിടെ ഇലക്ട്രോണിനെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ എന്ത് ഇട്ട് കൊടുക്കേണ്ടി വരും? ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കേണ്ടി വരും. F = -QE. കൃത്യമായി നമുക്കറിയാം ഓരോ ഇലക്ട്രോണുകളുടെയും ചാർജ് എന്താണെന്നുള്ളത്. ഈ ഗ്രീൻ കളറിലുള്ള ഡോട്ടുകളാണ് നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോൺസ്. കുറച്ച് ഇലക്ട്രോൺസിനെ വരച്ചിട്ടുള്ളൂ. ഓരോ ഇലക്ട്രോണിൻ്റെയും ചാർജ് എന്താണ്? -E ആണ്. അങ്ങനെയെങ്കിൽ ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? -E കൊടുക്കാം. -e കൊടുക്കാം. പിന്നെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? E. അങ്ങനെയെങ്കിൽ ഓരോ ഇലക്ട്രോൺസിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് -E × E ആണ്. ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ. F = -e × E. മൈനസ് വരാൻ കാരണം ഫോഴ്സിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോണിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ലോ അനുസരിച്ച് F = m × A എന്ന് പഠിച്ചിട്ടുണ്ട്. F = ma. ഇവിടെയും F എന്ന് തന്നെയാണ്, ഫോഴ്സാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസും A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷനും. കൃത്യമായി നമ്മളിവിടെ ഇലക്ട്രോണുകളെയാണ് എടുത്തിരിക്കുന്നത്. ആ ഇലക്ട്രോണുകളിൽ എന്തുണ്ടായിരിക്കും? ഓരോ ഇലക്ട്രോണുകളിലും മാസും ഉണ്ടായിരിക്കും. ഓരോ ഇലക്ട്രോണുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ആ ഇലക്ട്രോണുകളുടെ വെലോസിറ്റി U1-ൽ നിന്ന് V1-ലേക്ക് മാറുന്നുണ്ട്. അല്ലെങ്കിൽ U എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് V എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റിയിലേക്ക് മാറുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോണിനും അതിൻ്റേതായ മാസുമുണ്ട്, അതിൻ്റേതായ ആക്സലറേഷനും ഉണ്ട്. F = ma. രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. രണ്ടിൻ്റെയും
ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിനെ RHSനെ ഇക്വേറ്റ് ചെയ്യാം. MA ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ഇതിൽ നിന്ന് ആക്സലറേഷനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാം. A ഇസ് ഈക്വൽ ടു മൈനസ് ഇ ക്യാപിറ്റൽ ഇ ഹോൾ ഡിവൈഡഡ് ബൈ M. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. A എന്ന് പറയുന്നത് ആക്സലറേഷനാണ്, ഓരോ ഇലക്ട്രോണിനും ഉള്ള ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഇ. അത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ക്യാപിറ്റൽ ഇ അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡാണ്, അതും സെയിം ആണ്. M എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണിൻ്റെ മാസ്. അങ്ങനെയെങ്കിൽ ഞാനിതിനൊരു വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്സലറേഷൻ വെക്റ്ററാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും വെക്റ്ററാണ്. എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വന്നത്? ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ് ആക്സലറേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി, അതും അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നേരെ ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ ലെഫ്റ്റാണ് ആ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി. ആ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും ലെഫ്റ്റിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ആക്സലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമുക്കവിടെ ഒരു നെഗറ്റീവ് സൈൻ കിട്ടിയത്. ഇനി ഓരോ ഇലക്ട്രോണിൻ്റെയും ആക്സലറേഷൻ വ്യത്യസ്തമായിരിക്കുമോ? ചെക്ക് ചെയ്യണം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു, നോക്കൂ, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രോണിൻ്റെ മാസ്. ഏത് ഇലക്ട്രോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഇലക്ട്രോണിൻ്റെ ചാർജും ആ ഇലക്ട്രോണിൻ്റെ മാസും സെയിം ആയിരിക്കും. നമ്മൾ എടുക്കുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും കൂടിയാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇലക്ട്രോണിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഡിവൈഡ് ബൈ M ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെയും ആക്സലറേഷൻ എന്ത് തന്നെയായിരിക്കും? മൈനസ് ഇ ക്യാപിറ്റൽ ഇ ഹോൾ ഡിവൈഡഡ് ബൈ M തന്നെയായിരിക്കും. അതായത് ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1, അതേ ഇലക്ട്രോണിന് തന്നെ ഫൈനൽ വെലോസിറ്റി V1, അതിൻ്റെ ആക്സലറേഷൻ A1 എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല. എല്ലാ ഇലക്ട്രോണുകൾക്കും ഒരേപോലെ ആയിരിക്കും ആക്സലറേഷൻ ലഭിക്കുക. അങ്ങനെയെങ്കിൽ A ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഹോൾ ഡിവൈഡ് ബൈ M ഇക്വേഷൻ 3 ആയിട്ട് എടുത്തിരിക്കുന്നു. ആ ആക്സലറേഷൻ എല്ലാ ഇലക്ട്രോണുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ U1 ആയിരുന്നു അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. ഓരോ ഇലക്ട്രോണുകളും റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഒരു തെർമൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. അത് U1 ആണ്. ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി, തെർമൽ വെലോസിറ്റി U1 ആണ്. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ തെർമൽ വെലോസിറ്റി U2 ആണ്. മൂന്നാമത്തെ ഇലക്ട്രോണിൻ്റെ തെർമൽ വെലോസിറ്റി U3. അങ്ങനെ nth ഇലക്ട്രോണിൻ്റെ തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് UN-ഉമാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ U1 മാറി എന്തായി? V1 ആയി. അപ്പോൾ വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടായി. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ആക്സലറേഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോണിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് U1. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ വെലോസിറ്റി മാറി V1. എത്ര സമയം കൊണ്ട് മാറി? T1 എന്ന് പറയുന്ന സമയം കൊണ്ട് മാറി. അപ്പോൾ ടൈം T1. അതിന് എത്രത്തോളം ആക്സലറേഷൻ ലഭിച്ചു? A1 എന്ന് കൊടുക്കേണ്ട A. അങ്ങനെയെങ്കിൽ ഒരു ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട 4 ക്വാണ്ടിറ്റീസ് നമുക്ക് എഴുതാം. U1, V1, A ഇൻറ്റു T1 അല്ലെങ്കിൽ ആൻഡ് T1. 4 ക്വാണ്ടിറ്റീസ്. ഇനീഷ്യൽ വെലോസിറ്റി U1, ഫൈനൽ വെലോസിറ്റി V1, അതിനെടുത്ത സമയം T1, അതിന് കിട്ടിയ ആക്സലറേഷൻ A1 എന്ന് എടുക്കേണ്ട A മാത്രം എടുത്താൽ മതി. ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തി നമുക്കൊരു ഇക്വേഷൻ എഴുതാമല്ലോ. നമ്മുടെ ന്യൂട്ടൻ്റെ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇലക്ട്രോണിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V1 ഈക്വൽ ടു U1 പ്ലസ് AT1. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ U1 എന്ന് പറയുന്ന വെലോസിറ്റി T1 സമയം എടുത്തുകൊണ്ട് V1 ആയിട്ട് മാറി. അതിന് കിട്ടിയ ആക്സലറേഷനാണ് A. അങ്ങനെയെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റീസും കൂടി 4 ക്വാണ്ടിറ്റീസും കൂടി ഒരുമിച്ച് നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. V1 ഈക്വൽ ടു U1 പ്ലസ് A ഇൻറ്റു T1. ആദ്യത്തെ ഇലക്ട്രോണിന് കിട്ടിയ അഡീഷണൽ വെലോസിറ്റി V1 ഈക്വൽ ടു അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1 പ്ലസ് അതിന് കിട്ടിയ ആക്സലറേഷൻ ഇൻറ്റു U1-ൽ നിന്ന് V1 ആയി വെലോസിറ്റി മാറാനെടുത്ത സമയം T1. ഇത് ആദ്യത്തെ ഇലക്ട്രോണിന് മാത്രമുള്ളതാണ്.
ഇത് രണ്ടാമത്തെ ഇലക്ട്രോണിന് V2 ഈസ് ഈക്വൽ ടു U2 പ്ലസ് A ഇൻറ്റു T2. അങ്ങനെ Vn ഈസ് ഈക്വൽ ടു UN പ്ലസ് A ഇൻറ്റു Tn. എത്രത്തോളം സമയം ആ ഒരു ഇലക്ട്രോണിന് ആ എക്സ്ട്രാ വെലോസിറ്റി കിട്ടും, ആ ഇലക്ട്രോൺ അടുത്തുള്ള ഇലക്ട്രോണുമായി കൂട്ടിയിടിക്കുന്നത് വരെ മാത്രമേ ആ ഇലക്ട്രോണിന് അതിന് സ്വന്തമായി കിട്ടിയ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് വ്യക്തമാക്കാം. ഒരു ഇലക്ട്രോണിന് ഇനീഷ്യൽ വെലോസിറ്റി U1 ആയിരുന്നു. ഇപ്പോൾ ഇതാണ് ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലുള്ള മാർക്കറാണ് ഇലക്ട്രോൺ. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1 ആണ്. ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യം കാരണം അതിൻ്റെ വെലോസിറ്റി മാറി. വെലോസിറ്റി എത്രയായി? V1 ആയിട്ട് മാറി. വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്ത വെലോസിറ്റിയുമായി ഇലക്ട്രോൺ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ U1 അല്ല, ഇപ്പോൾ അതിൻ്റെ വെലോസിറ്റി V1 ആണ്. ആ ഇലക്ട്രോൺ വേറെ ഒരു ഇലക്ട്രോണുമായി കൂട്ടിയിടിക്കുന്നത് വരെ മാത്രമേ ആ V1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ആ ഇലക്ട്രോണിന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ വെലോസിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോകും. U1 തന്നെയായിരിക്കും. U1 ആയിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, അതിൻ്റെ വെലോസിറ്റി V1 ആയിട്ട് മാറി, അടുത്ത ഇലക്ട്രോണുമായിട്ട് കൂട്ടിയിടിച്ചു, V1 വീണ്ടും എത്രയായിട്ട് മാറും? U1 ആയിട്ട് മാറും. പക്ഷേ വീണ്ടും ആ ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെ തന്നെയാണ്? ഇലക്ട്രിക് ഫീൽഡിലാണ്. വീണ്ടും ആ U1 എന്തായിട്ട് ചേഞ്ച് ചെയ്യും? V1 ആയിട്ട് വീണ്ടും ചേഞ്ച് ചെയ്യും. വീണ്ടും ആ കിട്ടിയ വെലോസിറ്റിയും കൊണ്ട്, V1 എന്ന് പറയുന്ന വെലോസിറ്റിയും കൊണ്ട് വീണ്ടും ഇലക്ട്രോൺ വളരെ സന്തോഷപൂർവ്വം മൂവ് ചെയ്യും. പക്ഷേ അടുത്ത ഇലക്ട്രോണുമായിട്ട് കൂട്ടിയിടിക്കുന്നത് വരെ മാത്രമേ ആ ഒരു വെലോസിറ്റി നിലനിൽക്കുകയുള്ളൂ. V1 എന്ന് പറയുന്ന എക്സ്ട്രാ വെലോസിറ്റി നിലനിൽക്കുകയുള്ളൂ. കൂട്ടിയിടിച്ച അപ്പം തന്നെ വീണ്ടും അത് എത്രയായിട്ട് മാറും? U1 ആയിട്ട് മാറും. വീണ്ടും ആ ഇലക്ട്രോൺ എവിടെ തന്നെയാണ് ഇരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, വീണ്ടും വെലോസിറ്റി മാറും. അങ്ങനെയെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ വെലോസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന എക്സ്ട്രാ വെലോസിറ്റി ഏത് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ? മറ്റൊരാളുമായി, മറ്റൊരു ഇലക്ട്രോണുമായി കൂട്ടിയിടിക്കുന്നത് വരെ മാത്രമേ ആ വെലോസിറ്റി നിലനിൽക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൂട്ടിയിടിച്ചതിന് ശേഷവും ഈ ഒരു ഇലക്ട്രോൺ നിലനിൽക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. വീണ്ടും U1 ചേഞ്ച് ചെയ്യും. എത്രയിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യും? V1ലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഓരോ ഇലക്ട്രോണിൻ്റെയും ഫൈനൽ വെലോസിറ്റി V1 ഈക്വൽ ടു അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് അതിന് കിട്ടിയ ആക്സലറേഷൻ A ഇൻറ്റു T1 എന്ന് പറയുന്നത് U1 എന്ന് പറയുന്ന വെലോസിറ്റി V1 എന്ന് പറയുന്ന വെലോസിറ്റിയായി മാറാനെടുത്ത സമയമാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോണിനും നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇത് ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ ഇക്വേഷനാണ്, ഇത് രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഇക്വേഷനാണ്, ഇത് മൂന്നാമത്തെ ഇലക്ട്രോണിൻ്റെ ഇക്വേഷനാണ്. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെഫിനേഷൻ അനുസരിച്ച് എന്താണ് VD? It is the average velocity of electrons, and this velocity is gained by the applied electric field. ഓരോ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണും കിട്ടുന്ന അഡീഷണൽ വെലോസിറ്റീൻ്റെ ആവറേജ് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. V1, V2, V3 അപ് ടു Vn വരെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു കാര്യം മനസ്സിലായി, n ഇലക്ട്രോൺസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ വെലോസിറ്റീസിൻ്റെ ആവറേജ് എന്തായിരിക്കും? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 അപ് ടു Vn ഹോൾ ഡിവൈഡഡ് ബൈ n. ഇത് നമ്മൾ നമ്മുടെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് എഴുതിയ ഇക്വേഷനാണ്. V1 എത്രയാണെന്ന് അറിയാം. U1 പ്ലസ് AT1 പ്ലസ് V2, U2 പ്ലസ് AT2 പ്ലസ് V3. അങ്ങനെ എത്ര വരെ എഴുതണം? Vn വരെ എഴുതണം. Vnന് പകരം ഇവിടെ Vn ഉണ്ട്, അതിന് പകരം എന്ത് എഴുതണം? UN പ്ലസ് ATN ഹോൾ ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എത്ര ഇലക്ട്രോണുകൾ പ്രസൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. അങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ഇതായിരുന്നു ആ ഇക്വേഷൻ. VD ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു U1 പ്ലസ് AT1 പ്ലസ് U2 പ്ലസ് AT2 പ്ലസ് അപ് ടു UN പ്ലസ് ATN ഹോൾ ഡിവൈഡഡ് ബൈ n. ഇതായിരുന്നു നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഉള്ള ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എല്ലാതും പ്ലസ് ടൈം ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരേപോലെയുള്ള ക്വാണ്ടിറ്റീസിനെ ഞാൻ ഒരുമിച്ച് എഴുതുന്നു. അതായത് ഇവിടെ U1 ഉണ്ട്,
U2 ഉണ്ട്, U3 ഉണ്ടായിരിക്കും, U4 ഉണ്ടായിരിക്കും, അങ്ങനെ U1 ഉണ്ടായിരിക്കും ഹോൾ ഡിവൈഡഡ് ബൈ n. VD is equal to U1 plus U2 plus U3 up to UN ഹോൾ ഡിവൈഡഡ് ബൈ n. ഈ ഒരു ഡിനോമിനേറ്റർ ഞാൻ 2 ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് ബാക്കിയുള്ള ടൈം എന്തൊക്കെയാണ്? 81 പ്ലസ് 82 പ്ലസ് 83 അപ് ടു ATN. അതിൽ എ എന്ന് പറയുന്ന ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ പുറത്തെടുത്തു. ബാക്കിയുള്ള ടേമുകളെ ഒരുമിച്ച് എഴുതി. എ ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് T3 അപ് ടു TN ഹോൾ ഡിവൈഡഡ് ബൈ n. ഇനി ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ U1 പ്ലസ് U2 പ്ലസ് U3 അപ് ടു UN ഹോൾ ഡിവൈഡഡ് ബൈ n. എന്തായിരുന്നു U1? തെർമൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ. എന്തായിരുന്നു U2? തെർമൽ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഇലക്ട്രോൺ. UN തെർമൽ വെലോസിറ്റി ഓഫ് nth ഇലക്ട്രോൺ. എല്ലാ തെർമൽ വെലോസിറ്റീസിനെയും നമ്മൾ ആഡ് ചെയ്യുന്നു, ഹോൾ ഡിവൈഡ് ബൈ n. എന്ന് പറയുന്നത് ആവറേജ് തെർമൽ വെലോസിറ്റി ഓഫ് ഓൾ ഇലക്ട്രോൺസ് ആണ്. U1 പ്ലസ് U2 പ്ലസ് U3 അപ് ടു UN ഹോൾ ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് ആവറേജ് തെർമൽ വെലോസിറ്റിയാണ്. അൺഫോർച്ചുനേറ്റ്ലി average thermal velocity of electrons present in a conductor is equal to 0. എല്ലാ തെർമൽ വെലോസിറ്റീസും നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും ലഭിക്കുക. അതിന് കാരണമുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പോഴുള്ള വെലോസിറ്റിയാണ് തെർമൽ വെലോസിറ്റി. ഒരു ഇലക്ട്രോണിന് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ഒരു പക്ഷേ ഈ ഡയറക്ഷനിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. സിക്സാഗ് മോഷനാണ്, റാൻഡം മോഷനാണ്. വേറൊരു ഇലക്ട്രോൺ ഒരു പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് പോകുന്നുണ്ടാകാം. മൂന്നാമതൊരു ഇലക്ട്രോൺ ഒരു പക്ഷേ നമ്മുടെ നേരെ വലതുഭാഗത്തേക്കായിരിക്കും. വേറൊരു ഇലക്ട്രോൺ ഒരു പക്ഷേ നമ്മുടെ ഇടതുഭാഗത്തേക്കായിരിക്കും പോകുന്നുണ്ടാവുക. എല്ലാ ഇലക്ട്രോണിനും ഇഷ്ടമുള്ള ഡയറക്ഷനിൽ പോകാം. തെർമൽ വെലോസിറ്റി ഉപയോഗിച്ച് ഓരോ ഇലക്ട്രോണിനും ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് പോകാം. ഇവിടെ ഞാൻ ആകെപ്പാടെ 4 ഇലക്ട്രോണുകളെ എടുത്തിട്ടുള്ളൂ. ഒന്നാമത് ഇതാണ്, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. ഒന്നാമത്തെ ഇലക്ട്രോൺ അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഇലക്ട്രോൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ ആ 2 വെലോസിറ്റീസും ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഇനി മൂന്നാമത്തേതും നാലാമത്തേതും അവരുടെ വെലോസിറ്റീസും ഓപ്പോസിറ്റാണ്. ഇനി മൂന്നാമത്തേതും നാലാമത്തേതും ഇലക്ട്രോണുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു എന്ന് മാത്രമേ ചിന്തിക്കാവൂ എന്നൊന്നുമില്ല. ഒരു ഇലക്ട്രോണിന് ഓപ്പോസിറ്റായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ടാകാം. എല്ലാ ഇലക്ട്രോണുകളും റാൻഡം മോഷനിൽ ആയതുകൊണ്ട് ഒരു വെലോസിറ്റിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള മറ്റൊരു വെലോസിറ്റി ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ എല്ലാ വെലോസിറ്റീസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ തെർമൽ വെലോസിറ്റീസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും ലഭിക്കുക. അതിൻ്റെ ആവറേജ് എടുത്താൽ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആവറേജ് തെർമൽ വെലോസിറ്റി ഓഫ് ഓൾ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ എ കണ്ടക്ടർ ഈസ് 0. U1 plus U2 plus U3 up to UN whole divided by n is equal to 0. ഇനി അപ്പോൾ ആദ്യത്തെ ടേം 0 ആയിപ്പോയി. രണ്ടാമത് A ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് T3 അപ് ടു DN ഹോൾ ഡിവൈഡ് ബൈ n ആണ്. എയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ആക്സലറേഷനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇക്വേഷൻ നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞത് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്, ഒരു എക്സ്ട്രാ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതാണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈമിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടോ ഈസ് ഈക്വൽ ടു, ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈമാണ്. ടോ ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 പ്ലസ് T3 അപ് ടു DN ഹോൾ ഡിവൈഡ് ബൈ n. അതായത് എ എന്ന് പറയുന്ന ടേമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? ടോ എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്തായിട്ട് മാറും? 0 പ്ലസ് എ ഇൻറ്റു ടോ. ആക്സലറേഷൻ എന്താണെന്ന് നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡ് ബൈ എം. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ആക്സലറേഷന് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 പ്ലസ് മൈനസ് ഇ ഹോൾ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ. വി ഡി ഇസ് ഈക്വൽ ടു എക്ക് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ കിട്ടും. ഇവിടെയും ഉണ്ട് ഒരു നെഗറ്റീവ് സൈൻ. അതിന് കാരണം എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്കാണെങ്കിൽ ഇലക്ട്രോണുകൾ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഡ്രിഫ്റ്റ് ചെയ്യുക. അതായത് അവരുടെ വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഹോൾ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ വന്നത്. ഇവിടെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ഇ ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൻ്റെ മെഷർമെൻ്റ് ആണ്, അതും സ്കെയിലാറാണ്. ഡിവൈഡ് ബൈ എം മാസ് ഓഫ് ദി ഇലക്ട്രോൺ, അതും സ്കെയിലാറാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എന്താണ്? വെക്റ്ററാണ്. ലെഫ്റ്റ് സൈഡിലുള്ള വെലോസിറ്റി അതും വെക്റ്ററാണ്. നമ്മൾ വെക്റ്റർ നൊട്ടേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായും എന്ത് ഇട്ട് കൊടുക്കേണ്ടി വരും? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ നിങ്ങൾ വെക്റ്ററായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെയും വെക്റ്ററായിട്ട് തന്നെ കണക്കാക്കണം. വെക്റ്റർ നൊട്ടേഷൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരു നെഗറ്റീവ് സൈനും വേണം. അതിൻ്റെ മീനിങ് ഇതാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിലോ നമുക്ക് മോഡുലസ് എടുക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മോഡുലസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ഇ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ. അതിൽ സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ആണ്. ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയാണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഇലക്ട്രോണുകളുടെ മാസ്സാണ്. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം.